VMTVയുടെ ലോക മലയാളികളുടെ മുന്നിൽ ശ്രദ്ധ നേടിയ പ്രോഗ്രാമുകളാണ് ഇഞ്ചോടിഞ്ചും പ്രാങ്ക് ഷോയും. അതിലെ പ്രധാന അവതാരകയായ അനുശ്രീ പൊയ്കമുക്കിനെയാണ് പ്രാങ്ക് ആക്കാൻ ശ്രമിക്കുന്നത്. ആ വീഡിയോയിലേക്ക്. അതല്ലെങ്കിൽ അവളെ കൊണ്ട് പറ്റൂല എന്നുള്ള കാര്യം അവള് പറയണ്ടേ. അവള് മൈക്കിന് അവരെ ഉണ്ണിയെ വിളിച്ചിട്ടുണ്ട്, മൈക്ക് ഇപ്പൊ കൊണ്ടുവരും, പിന്നെ അവരെ കൊണ്ടുവരും ഇവരെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നടന്നില്ല. അതിനല്ലേ ഞാൻ അവർക്ക് കുറച്ച് വഴക്ക് പറഞ്ഞത്. അല്ല, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാതിട്ട് പോകുന്നുള്ള ഞാനും വിചാരിച്ചില്ല. നോക്കട്ടെ, എന്തായാലും ഇവര് അനുജയൊക്കെ എന്റെ അടുത്ത് ഇരിക്കണം. അവരെയൊക്കെ കൊണ്ടൊക്കെ ഒന്ന് നയത്തിൽ വിളിപ്പിക്കാം, നോക്കട്ടെ. ഫോണിലോട്ട് വിളിച്ചു പോകരുത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളോട് ഞാൻ സഹിക്കുകയാണ്. നിങ്ങളെ കൂട്ട് അത്രയും നിങ്ങൾ ഇത്രയും ഇത് ഞാൻ സഹിക്കുന്നത്. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ അവസാന നിമിഷം നിങ്ങൾ എന്നെ ആൾക്കാരെ മുന്നേ ഇട്ട് നിങ്ങൾ എന്റെ ഫോണിൽ വിളിക്കരുതെന്ന് പോലെ വിളിക്കരുതെന്ന് ഓർമ്മിച്ചില്ലേ? നീ എന്ത് ഇത്ര താമസിച്ചത്? എനിക്ക് കൊച്ചിനും അയ്യായിരുന്നു എന്ന് പറഞ്ഞപ്പോ മണി എത്രയായി? 1:39 1:39 ഇവിടെ വന്നിട്ട് അവളുമായിട്ട് പിണക്കമായി. അവള് രാവിലെ ഇവിടെ മൈക്ക് റെഡിയാക്കാം, അത് റെഡിയാക്കാം, ഇത് റെഡിയാക്കാന്നും പറഞ്ഞ് ഇവിടെ വന്ന് നിന്നിട്ട് ഒരു കാര്യവും നടന്നില്ല. മണി കണ്ട് ഇപ്പൊ എത്രയായി? 1:40. ഈ 1:40 ഒരു കാര്യം നടന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അനുജ ഒരു പരിപാടിയും വേണ്ട. ഞാനവിടെ എത്ര നേരം കൊണ്ട് വിളിക്കുന്നോട് കല്ലൂരിനെ വിളിച്ചോണ്ട് അറിയാമേ ദേഷ്യം വന്ന് പോയി. അന്വേഷിച്ച് പോയി. ഇവിടെ സുമിതനാണെന്നോ ആര് പോയത്? അന്വേഷിച്ച് സുമിതനാണെന്നോ പോയത്. എന്തായാലും അതൊരു വളരെ മോശമായി കാണിച്ചത്. അല്ലെങ്കിൽ ഒരാൾ ഇന്നലെ അത് രാവിലെ വിളക്ക് എത്ര എവിടെ കിടന്ന് വിളിക്കണമെന്നറിയാം. താമസിച്ചെന്ത് എടി, ഇന്നലെ 1 മണിക്ക് ഞാൻ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി 4 മണിക്കാണ് ഞാൻ വന്നത്. വിളിച്ചു പറഞ്ഞില്ലായിരുന്നു? വിളിച്ചു പറഞ്ഞു രാവിലെ. പിന്നെ വയ്യാത്ത അതിന് അമ്മയുടെ അടുത്ത് ആക്കിയിട്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അവർ വന്നത് 11 മണിയായി. വേറെ വീട്ടിലാക്കിയിട്ട് വരാൻ പറ്റൂ? എന്നാലും അതൊന്നും ശരിയല്ലല്ലോ. മണി ഇത്രയായില്ലേ? ഹലോ, എവിടെ? ഞാൻ അപ്പോഴും നീ ഇങ്ങോട്ട് വാങ്ങാട്ട്. എനിക്കറിയാം. പിന്നെ നീ അത് രാവിലെ ചെയ്യലെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ അനുശ്രീ വന്ന് അല്ലല്ല, ഞാനിപ്പോ എല്ലാം കൂടെ കത്തിക്കും, എല്ലാം കത്തിക്കും, മൊത്തം കത്തിക്കും. അതാ വിളിച്ചു നോക്കും. ഞാൻ കണ്ടു വിളിച്ചിട്ട് മൈക്ക് ഇത്രയും നേരമായിട്ട് മൈക്കും കൊണ്ടുവന്നില്ല. ആകെ ഇവിടെ വിഷയവും എന്ത് ചെയ്യാൻ എന്തൊക്കെ പറഞ്ഞു സംസാരിക്കും. അത് തന്നെ. എന്തൊക്കെയോ സംസാരിച്ച് അങ്ങനെ ബഹളമായി മാഡം പോയി. അത് ശരിയല്ല. അല്ലെങ്കിൽ രാവിലെ അത് പോകരുത്. ഒരു ഏറ്റു വെച്ചോണ്ട് നടക്കുകയില്ല. ഞാൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, നിന്റെ അടുത്ത് അത് ആരെങ്കിലും കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. ഇതിന്റെ നമ്മുടെ പ്രോഗ്രാമിന് തരാന്ന് പറഞ്ഞ അവന്റെ എടുക്കാൻ പറഞ്ഞപ്പോ നല്ല പറഞ്ഞു ഇവിടെ അബി പ്രോഗ്രാം ചെയ്യണം, അവിടെ നിന്ന് എടുപ്പിക്കാൻ. എന്നിട്ട് എന്താ ഒരു കാര്യം നട ഇപ്പൊ ഈ പോവാൻ നേരത്താണോ കൊണ്ടുവയ്ക്കുന്നത്? എന്തായാലും ഇന്നിന് ഇതിനൊരു തീരുമാനമാക്കിയാലേ പറ്റൂ. ഇനി വാ, നീ ഒന്ന് വിളിയാളാ. എന്തൊരു പറയണം? മൈക്ക് സെറ്റുകാരൻ കുടിച്ചിട്ട് കിടന്നു. അങ്ങേര് മൈക്ക് കൊണ്ടുവരാതെ അങ്ങയുടെ 2-3 പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ കൊണ്ടുവരാം പറഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നില്ല. പിന്നെ എന്ത് ചെയ്യും? അത് ഇപ്പോഴും വേണ്ട ഇവിടെ കൊണ്ടുവച്ചേക്കണേ. ഇപ്പൊ ഈ മൈക്കും കൊണ്ടുവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സംസാരായി. ഞാൻ പറഞ്ഞു ഇരിക്കുകയാണ്. അവരൊരു കൊച്ചു കുട്ടിയായിട്ട് അവൻ പ്രണവ് കൊണ്ടുവന്നു. ഒന്നുമില്ല, ഇവിടെ അടിഞ്ഞാടിയിട്ട് പോയേക്കണം. പ്രശ്നം എല്ലാ അന്വേഷിച്ചൊക്കെ പോയപ്പോഴാണ് മയക്ക് കൊണ്ടുവന്നത്. അപ്പോഴാണ് ആ ബോർഡൊക്കെ ഇടിച്ചിട്ട് അത് അടുത്ത പ്രശ്നം. ഇപ്പൊ കൊണ്ടുവന്നേ
ഉണ്ണി കൊണ്ടുവന്ന അവന് ട്രസ്റ്റിന്റെ ബോർഡും എല്ലാം അടിച്ച് പിടിച്ചിട്ട് നീ ഇവിടെയാണ് വിളി, നീ നമ്മൾ കൂടെ കേക്കട്ടെ നീ എന്താണ് പറയാനുള്ളത് എന്റെ ചേച്ചിയുടെ അടുത്ത്. അത് തന്നെ നമ്മളെ ദോഷമായിരിക്കും നീ പറയാം, നീ അനിയത്തിയല്ലേ. കഴിക്കാനുള്ള നേരമായില്ലേ, 2 മണിയായില്ലേ, ഇനിയാണ് ഈ എന്തോ ചെയ്യാനെന്ന് പറയാം നിങ്ങള്. വരാൻ പറ. എവിടെ ഞാൻ വിളിച്ചിട്ട് എടുക്കണില്ല അവള്. ചേച്ചിയുടെ എവിടെ നിൽക്കണം? ഒന്ന് വിളിച്ചു നോക്കണം. പിള്ളേരൊക്കെ ഇരിക്കണോണ്ട് പറയാനും വയ്യ. നീ എവിടെയാണ് വാങ്ങാട്ട്? എന്റെ ഫോണിലോട്ട് പോലും വിളിച്ചു പോകരുത്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളുകൊണ്ട് ഞാൻ സഹിക്കുകയാണ് നിങ്ങളെ കൂട്ട് അത്രയും നിങ്ങൾ ഇത്രയും ഇത് ഞാൻ സഹിക്കുന്നത്. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ അവസാന നിമിഷം നിങ്ങൾ എന്നെ ആൾക്കാരെ മുന്നേ ഇട്ട് നിങ്ങൾ എന്റെ ഫോണിൽ വിളിക്കരുതെന്ന് പോലെ വിളിക്കരുതെന്ന് ഓർമ്മിച്ചില്ലേ? നീ വാ, ഒരുക്ക കൂടെ വാ. ചാവാൻ പോകണം നിങ്ങൾക്ക് എന്ത്? ശരി, നല്ലൊരു പരിപാടിയായിട്ട് ഇവരെയൊക്കെ അനുജയം പ്രകാരത്തൊന്ന് വിളിക്കും, എല്ലാരും കൂടെ വിളിക്കുമ്പോ വരുമായിരിക്കും. അവരെങ്ങോട്ട് പോയി? സുമിത്തേട്ടനും അന്വേഷിച്ചു പോയതാണ്, അവരെ കാണാനില്ല. അന്വേഷിച്ചു പോയല്ലേ? ആ മാഡം പോയി, പിന്നെ കുറച്ചേരം ഇരുന്ന് ഞാനും ഞാൻ വെള്ളമല്ലോ, ഞാൻ കുടുംബമായിട്ട് എന്റെ ഇടയിൽ ഇവൻ കൊച്ചിനെന്തിരിയണമെന്നും അറിയാൻ വയ്യ ദൈവമേ. നീ ഇവിടെയാണ് വിളി, നീ നമ്മൾ കൂടെ കേക്കട്ടെ നീ എന്താണ് പറയാനുള്ളത് എന്റെ ചേച്ചിയുടെ അടുത്ത്. അത് തന്നെ നമ്മളെ ദോഷമായിരിക്കും നീ പറയാം, നീ അനിയത്തിയല്ലേ. എന്നാണ് പറഞ്ഞത്. വീട്ടിൽ പോയെന്ന് ഒന്ന് വിളിച്ചു നോക്കിയാണ്. വീട്ടിൽ പോയി നോക്കാം. കൊച്ചനിയത്തിയുടെ ലാക്കിയിട്ടാണ് വന്നത്. നിങ്ങൾ പോയാൽ ഞാൻ ഇപ്പൊ കത്തിക്കും. I don't think so.